ഫിക്സഡ് ഒബ്ലിഗേഷൻ ഇൻകം റേഷ്യോ. അപ്പോൾ ഫിക്സഡ് ഒബ്ലിഗേഷൻ ഇൻകം റേഷ്യോ എന്ന് പറയുന്നത് FOIR. അതായത് നിങ്ങളുടെ വരുമാനം ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ചെറുതായിരിക്കും, അതേസമയം നിങ്ങളുടെ വരുമാനം വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് വലുതായിരിക്കും. ഹായ്, ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഫിക്സഡ് ഒബ്ലിഗേഷൻ ഇൻകം റേഷ്യോ, അതായത് FOIR. FOIR എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പറയുന്നൊരു കാര്യമാണ്. വലിയൊരു കോടീശ്വരന്മാർക്ക് ഒരുപാട് വലിയ എമൗണ്ട് നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട്, എന്നൊരു സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. അതിന് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സാധാരണക്കാർക്ക് ഒരാൾ, അതായത് ഇപ്പോൾ ഒരു 25,000 സാലറി വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതായത് 25,000 രൂപ, ആളുടെ 50%, അതായത് 50% ജീവിക്കാനുള്ള പൈസ ആയിട്ടും ബാലൻസ് 50% ആൾക്ക് EMI അടയ്ക്കാനുള്ള പൈസ ആയിട്ടാണ് എല്ലാ ബാങ്ക്സും കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ 50% എന്ന് പറയുമ്പോൾ 12,500 വരുന്നത്, അതായത് 12,500. ഈ 12,500 നമുക്ക് ഓൾറെഡി എന്തെങ്കിലും EMIs ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു മൊബൈൽ വാങ്ങിച്ചതിന്റെ EMI ഒരു 3,000 ഉണ്ട്, ഒരു 2 വീലർ ലോണിന്റെ ഒരു EMI ഒരു 5,000 ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു 8,000 റുപ്പീസ് ആണ് നമുക്ക് EMI ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 12,500 റുപ്പീസിൽ നിന്ന് നമ്മൾ ഓൾറെഡി 8,000 റുപ്പീസ് മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാലൻസ് വരുന്ന 4,500 ആണ് ആളുടെ ലോണിനുള്ള EMI എലിജിബിലിറ്റി ആയിട്ട് കാണുന്നത്. അതേസമയം ഇതേപോലത്തെ സെയിം വ്യക്തിയാണ്, ആൾക്ക് കൂടുതൽ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് കിട്ടുന്ന എലിജിബിലിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ ആള് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്നത് വലിയൊരു എമൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയൊരു എമൗണ്ട് ആൾക്ക് ലോണായിട്ട് കിട്ടും. നിലവിൽ എപ്പോഴും നമുക്ക് എത്രയാണ് EMI പോയിക്കൊണ്ടിരിക്കുന്നത്, ബാലൻസ് എത്രയാണ് നിങ്ങളുടെ എലിജിബിലിറ്റി എമൗണ്ട് വരുന്നത്, അത് വെച്ചിട്ടാണ് ബാങ്ക്സ് എല്ലാം നോക്കുന്നത്. എല്ലാ ബാങ്ക്സും ഈ സെയിം മെത്തേഡ് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എപ്പോഴും EMI എമൗണ്ട് കുറയ്ക്കാനായിട്ട് നോക്കണം. പിന്നെ എപ്പോഴും നമ്മളൊരു ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ലോങ് ടൈം കിട്ടാവുന്ന രീതിയിൽ, അതായത് അധിക വർഷത്തേക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അതിന് വരുന്ന EMI വളരെ കുറവായിരിക്കും. നമ്മളൊരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഇടുന്ന ചെറിയ ചെറിയ EMIs എല്ലാം നമുക്ക് അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ലോങ് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലോങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകുന്നത് ഇപ്പോൾ ഒരു ഹോം ലോൺ അല്ലെങ്കിൽ ഒരു ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി, അങ്ങനത്തെ ലോൺസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 15 വർഷം 30 വർഷം കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വരുന്ന EMI കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് FOIR എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫിക്സഡ് ഒബ്ലിഗേഷൻ, ഫിക്സഡ് ഒബ്ലിഗേഷൻ ഇൻകം റേഷ്യോ. ഓക്കെ.